ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഓവർ ടൈം പണിയെടുക്കുന്നത് ഒഴിവാക്കാം എന്നതാണ്. സത്യത്തിൽ നമ്മൾ നമ്മുടെ കരിയറിൻ്റെ തുടക്ക സമയത്ത് ചെയ്യുന്ന വളരെ ചെറിയ മിസ്റ്റേക്കുകളാണ് ഭാവിയിലും ഓവർ ടൈം പണിയെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഓവർ ടൈം പണിയെടുക്കേണ്ടി വരുന്നതെന്നും എങ്ങനെ അത് ഒഴിവാക്കാമെന്നുമാണ്. ഇനി എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജിത്തു. ഞാൻ സീനിയർ ഫ്രണ്ട് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പല സാഹചര്യം കൊണ്ടും നമുക്ക് ഓവർ ടൈം പണിയെടുക്കേണ്ടി വരാം. അതിൽ ആദ്യത്തെ കാരണം കമ്പനിയുടെ പോളിസി ആയിരിക്കാം, അല്ലെങ്കിൽ ചില മാനേജർമാരുടെ സ്ട്രാറ്റജി ആയിരിക്കാം. അതായത് കമ്പനിയുടെ ടോപ്പ് ലെവലിൽ നിന്നും താഴോട്ട് പ്രഷർ കൊടുത്ത് എംപ്ലോയീസിനെ മാക്സിമം ചൂഷണം ചെയ്ത് ലാഭം കൂട്ടുക എന്നുള്ളത് അവരുടെ രീതിയായിരിക്കും. അതുപോലെ ചില മാനേജർമാർ അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ടീം മെമ്പേഴ്സിനോട് മാക്സിമം പണിയെടുപ്പിക്കുന്ന സ്വഭാവമുള്ളവരായിരിക്കും. ഈ രണ്ട് സാഹചര്യത്തിലും നമുക്ക് നന്നായിട്ട് ഓവർ ടൈം പണിയെടുക്കേണ്ടി വരും. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പേപ്പർ ഇട്ട് രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമാണ്. അതായത് വേറെ ഏതെങ്കിലും നല്ല കമ്പനിയിലോട്ട് മാറുക എന്നുള്ളതാണ്. ഇവിടെ പ്രശ്നം വരുന്നത് ബോണ്ട് ഉള്ളവർക്കാണ്. അല്ലെങ്കിൽ നമ്മൾ ഇത്ര നാൾ കോൺട്രാക്റ്റിൽ കയറുമല്ലോ, അങ്ങനെയുള്ളവർക്ക് ഇറങ്ങിപ്പോകാൻ പാടായിരിക്കും. അപ്പോൾ അവർ പെട്ടുപോകും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ആ കമ്പനിയെക്കുറിച്ച് നല്ല രീതിയിൽ അന്വേഷിച്ച് ധാരണയുണ്ടാക്കി നല്ല റിവ്യൂസൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരുന്ന അടുത്ത സാഹചര്യം നോക്കാം. ചില ടെക്നിക്കൽ ഇഷ്യൂ കാരണം കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്ന ടൈമിൽ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാതെ വരാം. ഈ ഒരു സാഹചര്യത്തിൽ ആ പ്രോജക്റ്റ് അല്ലെങ്കിൽ ക്ലയൻറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരാം. ഇങ്ങനെ വർക്ക് ചെയ്യേണ്ടി വരുന്നത് ആ ഒരു പ്രൊജക്റ്റിൻ്റെ ആ ഫേസ് അല്ലെങ്കിൽ ആ ഒരു സ്പ്രിന്റ് കംപ്ലീറ്റ് ആകുന്നത് വരെ മാത്രമാകാം. നിങ്ങളുടെ കോൺട്രാക്റ്റിൽ ഓവർ ടൈമിനെ കുറിച്ച് കമ്പനി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ച് നല്ല ഐഡിയ ഉള്ളത് ഇതുപോലുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. പിന്നെ ഇതുപോലെ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യുന്ന ഇതുപോലുള്ള സാഹചര്യം നമുക്ക് എപ്പോഴും മോശമെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് കമ്പനിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് കാരണം ഒരു പ്രൊജക്റ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് ഇത് ചെയ്യുന്നത് തെറ്റില്ല. പക്ഷേ ഇത് സ്ഥിരമാകാതെ നോക്കിയാൽ മാത്രം മതി. ഇനി പറയാൻ പോകുന്നത് നമ്മുടെ അശ്രദ്ധ കാരണം ഓവർ ടൈം പണിയെടുക്കേണ്ടി വരും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പർ അല്ലാത്ത എസ്റ്റിമേഷൻ കാരണം നമുക്ക് ഓവർ ടൈം പണിയെടുക്കാം. എങ്ങനെയാണെന്നല്ലേ, നോർമലി ഒരു ടാസ്കിന് സ്പ്രിന്റ് പ്ലാനിൽ 2 എസ്റ്റിമേഷൻ ടൈം കാണും. അതായത് എക്സ്പെർട്ട് എസ്റ്റിമേഷനും ഒറിജിനൽ എസ്റ്റിമേഷനും. ഈ എക്സ്പെർട്ട് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലീഡ് അല്ലെങ്കിൽ സീനിയർ ആയിരിക്കും ഇടുന്നത്. പക്ഷേ ഒറിജിനൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും പറയേണ്ടത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് തന്നെ നിങ്ങൾക്ക് എത്ര ടൈം വേണോ അത്രയും ടൈം തന്നെ പറയുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവർ ടൈം ഇരിക്കേണ്ടി വരും. ഓക്കെ, ഉദാഹരണം ഞാൻ പറയാം. അതായത് ഒരു 6 അവേഴ്സാണ് ഒരു ടാസ്കിന് ലീഡ് ഇടുന്നത്, അല്ലെങ്കിൽ എക്സ്പെർട്ട് എസ്റ്റിമേഷൻ എന്ന് വെച്ചോ. പക്ഷേ നിങ്ങൾക്കറിയാം നിങ്ങൾക്കത് തീർക്കാൻ 8 അവേഴ്സ് ആകും. അപ്പോൾ അത് നിങ്ങൾ ഉറപ്പായിട്ടും എനിക്ക് 8 അവേഴ്സ് അത് എടുക്കും, ഇന്നിന്ന കാരണം കൊണ്ടത് ഇച്ചിരി എഫേർട്ട് കൂടുതലാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, 6 അവേഴ്സിൻ്റെ കൂടെ ഒരു 2 അവേഴ്സ് ടാസ്ക് കൂടി നിങ്ങൾക്ക് തരും. അപ്പം എന്തായാലും നിങ്ങൾക്ക് ആ മറ്റേ ടാസ്ക് ഒരു 8 അവേഴ്സ് എടുക്കും. പ്ലസ് ഈ ഒരു 2 അവേഴ്സും കൂടി ചേർത്ത് ഒരു 10 അവേഴ്സ് വർക്ക് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഡെയിലി പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഓവർ ടൈം ഇരിക്കാൻ നിർബന്ധിതരാകും. ഇത് നിങ്ങളുടെ മാത്രം മിസ്റ്റേക്കാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അടുത്ത സംശയം എങ്ങനെ കൃത്യമായി എസ്റ്റിമേഷൻ ഇടാം എന്നല്ലേ? അതിനും വഴിയുണ്ട്. നിങ്ങൾ ആദ്യം മുതൽ തന്നെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യാൻ എടുക്കുന്ന സമയം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓരോ ടാസ്കുകൾ ചെയ്യുമ്പോഴും ഈ ടൈം ഇമ്പ്രൂവ് ചെയ്യാനും നോക്കുക. അതുപോലെ ഒരു ദിവസം കുറച്ച് സമയത്തെ ടാസ്ക് മാത്രമേ ഉള്ളെങ്കിലും ഫുൾ ഡേ വേറെ ടാസ്ക് ഉണ്ട് എന്നുള്ളൊരു മെൻറ്റാലിറ്റി തന്നെ ഫാസ്റ്റായിട്ട് ടാസ്ക് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ വേറെ ടാസ്ക് ഇല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ടൈം നോക്കി ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ടാകും. പിന്നെ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ കുറച്ച് ബഫർ ടൈം കൂടി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് വളരെ കറക്റ്റ് സമയത്ത് തന്നെ ഡെലിവറി ചെയ്യാൻ സാധിക്കും. അതുപോലെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് റിവ്യൂവിന് കൊടുക്കുമ്പോൾ മാക്സിമം നിങ്ങളുടെ സൈഡ് ക്ലിയർ ആക്കി ഡബിൾ ചെക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കൃത്യമായി പണിയെടുക്കുന്നുണ്ടെന്ന് ലീഡ് അല്ലെങ്കിൽ മാനേജർ ധാരണ ഉണ്ടായി തുടങ്ങിയാൽ പിന്നെ നിങ്ങളുടെ അടുത്ത് കൂടുതൽ മൈക്രോ മാനേജ് ചെയ്യാൻ ആരും വരില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അല്ലാത്ത വേറെയും പോയിന്റ്സ് ഉണ്ട്. അപ്പം എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഓവർ ടൈം പണിയെടുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും കറക്റ്റ് സമയത്ത് ഇറങ്ങാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. അത് നിങ്ങളുടെ വർക്കിലുള്ള നിങ്ങളുടെ കോൺഫിഡൻസ് ആണ്. അപ്പം നിങ്ങളുടെ വർക്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിലും ആരൊക്കെ ഇറങ്ങിയില്ലെങ്കിലും നിങ്ങൾ കൃത്യസമയത്ത് ഇറങ്ങും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ബിഗിനർ ലെവലിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. അതിന് അല്പം ഹാർഡ് വർക്ക് ആവശ്യമാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് തരുന്ന വർക്കുകൾ നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് കൃത്യമായിട്ട് കറക്റ്റ് ടൈമിൽ ആ ഒരു ക്വാളിറ്റിയിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം നിങ്ങളെ കറക്റ്റ് സമയത്ത് ഇറക്കാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതായത് കൃത്യസമയത്ത് വരിക, കൃത്യമായി പണിയെടുക്കുക, കൃത്യസമയത്ത് പോകുക. എന്നിട്ട് ബാക്കിയുള്ള സമയം അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് ജീവിക്കുക. ഓക്കെ,